സംവിധായകൻ രഞ്ജിത്തിനെ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. നമസ്കാരം. ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നാണല്ലോ അല്ലേ? ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പീഡന പരാതി ഉയരുന്നത്, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ 2 തവണയും രഞ്ജിത്ത് രക്ഷപ്പെടാനുള്ള കാലാവസ്ഥ, അന്തരീക്ഷം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രഞ്ജിത്തിന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നതിനാൽ 2 പ്രാവശ്യവും രക്ഷപ്പെട്ടു. പിന്നെ 1976-77 കാലഘട്ടത്തിൽ SFIയിൽ തുടങ്ങിയതായതുകൊണ്ട് ഒന്നും വലിയ പുത്തരിയല്ല പുള്ളി തന്നെ സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പുത്തരിയല്ല. 1976-ൽ SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. ഏതായാലും ഇലക്ഷൻ പ്രമാണിച്ച് അറസ്റ്റൊന്നും വൈകിപ്പിക്കാൻ പറ്റില്ലല്ലോ, സർക്കാരിനത് ക്ഷീണമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ പരമാവധി സഖാവിനെ സംരക്ഷിച്ചേനെ. ഇത്തവണ ആ സംരക്ഷണം ഉണ്ടായില്ല. ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള ബഹളം കുട്ടി സഖാക്കന്മാരൊക്കെ ഉണ്ടാക്കി. അറസ്റ്റ് രേഖപ്പെടുത്തി രഞ്ജിത്തിനെ പുറത്തിറക്കിയതോടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. അവിടെ പരമാവധി ഒരു സീൻ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തി. ഇതൊക്കെ സ്വാഭാവികമായിട്ടും സഖാക്കളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ. അടുത്ത വാർത്തയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. രക്തസമ്മർദ്ദം കൂടിയ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ECGയിൽ വേരിയേഷനും ഉള്ളൊരു അവസ്ഥയാണുള്ളത്. സ്വാഭാവികമായിട്ടും രക്തസമ്മർദ്ദം ഉയരുമല്ലോ, ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ഇനിയിപ്പോ ശരീരത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ മുന്നോട്ടുള്ള ഒരു കേസ് നടത്തിപ്പിനും ഒരു ജയിൽവാസത്തിനുമൊക്കെ ഉചിതമാണോ എന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷമേ ഉള്ളല്ലോ അടുത്ത നടപടി. അങ്ങനെയല്ലേ അത് സംഭവിക്കൂ. ഈ നാടകം എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇനി എത്ര നാൾ കാണേണ്ടി വരും? ചിലർക്ക് മാത്രം കിട്ടുന്ന അപൂർവ സൗഭാഗ്യമാണ് ഇത്തരം നാടകങ്ങൾക്കുള്ള സന്ദർഭം. അദ്ദേഹത്തിന് ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, രക്തസമ്മർദ്ദമൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളാണല്ല, ശരി. ഇതൊക്കെ വെച്ചുകൊണ്ട് തോന്നിയാസം കാണിക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ നടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 3ാമത് പരാതി കൊടുത്തത് ഒരു യുവ നടിയാണെന്ന് പറയുന്നു. ഇയാളുടെ തന്നെ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നതാണ്. ഇയാൾ സ്വന്തം ക്യാരവാനിൽ വെച്ച് പട്ടാപ്പകൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇയാളുടെ ഒരു സിനിമാ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഇയാളുടേതാണോ? അതിൽ അഭിനയിക്കാൻ വരുന്നവരുടെ സർവ്വതും ഇയാളുടേതാണോ? അങ്ങനെ വല്ല ഒപ്പിട്ടിട്ടാണോ ഇനി ഇയാളുടെ സിനിമയിലേക്ക് ആളുകൾ വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ശേഷം ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് നടികൾ തങ്ങൾ അനുഭവിച്ച, പല വർഷങ്ങളിലായിട്ട് തങ്ങൾ അനുഭവിച്ച പല പ്രശസ്തരായ സംവിധായകന്മാരിൽ നിന്നും നടന്മാരിൽ നിന്നുമൊക്കെ നേരിട്ടിട്ടുള്ള ക്രൂരതകളെ പറ്റി, ദുരനുഭവങ്ങളെ പറ്റിയൊക്കെ വിശദീകരിച്ചിരുന്നു, പരാതികൾ നൽകിയിരുന്നു. കുറേയൊക്കെ കടലാസിലങ്ങ് ഒതുങ്ങി. വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് നടന്നു എന്നും നമുക്ക് പറയാനില്ല. പക്ഷെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിയമങ്ങൾ നിലനിൽക്കുന്ന സമയത്തും ഇയാളൊക്കെ ഇപ്പോഴും ഈ പരിപാടി തുടരുകയാണല്ലോ. എത്ര വർഷങ്ങളായിട്ട് തുടരുന്നു, ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് ഇയാൾക്കെതിരെ വന്ന ഒരു പരാതി ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിൻ്റെ ആയിരുന്നു. ഒരു യുവാവാണ് പരാതി കൊടുത്തതെന്നാണ് അറിയുന്നത്. പക്ഷെ ഇതൊന്നും എങ്ങും എത്താതെ തേഞ്ഞു മാഞ്ഞു പോവുകയായിരുന്നു. ഈ 3ാമത്തെ ഈ യുവനടി കൃത്യമായിട്ട് ജനുവരിയിൽ അവരൊരു ലൈംഗികാതിക്രമം നേരിടുന്നു. അതിനെ തുടർന്ന് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു മാനസിക ആഘാതം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഒരു പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ ആദ്യമായിട്ട് ആയിരിക്കും ചിലപ്പോൾ സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ വന്നതായിരിക്കും. ഇവരെയൊക്കെ ഗുരുക്കന്മാരെ പോലെ കണ്ട്, വളരെ സീനിയറായിട്ട് കണ്ട്, അച്ഛൻ്റെയോ മുതിർന്ന സഹോദരൻ്റെയൊക്കെ സ്ഥാനത്ത് കണ്ടൊക്കെ ആയിരിക്കും ഓരോരുത്തരും വരുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ദുരനുഭവം ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിനെ തുടർന്ന് അവരൊരു ചികിത്സയിലും മാനസികമായിട്ടുള്ള ഇത്തിരി പരിപാലനത്തിനുമൊക്കെ ആയിരുന്നു. അതിനുശേഷം അവർ ഒട്ടും വൈകാതെ 3 ദിവസത്തിന് മുമ്പ് കൃത്യമായിട്ടുള്ള മൊഴി പോലീസിന് കൊടുത്തെന്നാണ് പറയുന്നത്. ഒരു അറസ്റ്റിലേക്ക് പെട്ടെന്ന് നീങ്ങണമെങ്കിൽ അത്ര കൃത്യമായിട്ടും സ്ട്രോങ് ആയിട്ടുമുള്ള മൊഴിയായിരിക്കും, അത്ര വ്യക്തതയുള്ള തെളിവുകളോടെ ആയിരിക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ടാകുക. അത് മാത്രമല്ല, സെറ്റിലെ മറ്റുള്ള ആളുകളുടെ മൊഴി എടുത്തു. കൃത്യമായിട്ടുള്ള പരിശോധനകൾക്കൊക്കെ ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇയാൾക്ക് സുഖവാസം ആശുപത്രിയിൽ ഒരുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു അറസ്റ്റ്? അല്ലേ? ബഹുമാനപ്പെട്ട കോടതി തന്നെ സ്വർണ്ണക്കൊള്ള കേസിനെ തുടർന്ന് ഒരുത്തൻ ആശുപത്രിയിൽ ചെന്ന് സുഖവാസത്തിലായിരുന്ന കാര്യം പുറത്തു വന്നപ്പോൾ ഇതിനാണ് പിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ജയിലിലിടാനാണ്. ജയിൽവാസമാണ് അവർ അനുഭവിക്കേണ്ടത്. അതാണ് അവർക്കുള്ള ശിക്ഷ. അതിന് പകരം നേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആശുപത്രിയിൽ ഇടുകയാണ്. കൃത്യസമയത്ത് നഴ്സുമാർ ചെന്ന് പരിചരിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, രോഗിയെ സന്ദർശിക്കാൻ ആളുകൾ വരുന്നു. ഇങ്ങനെയുള്ളൊരു സുഖവാസത്തിനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു അറസ്റ്റ്? അയാൾക്ക് വയ്യ എന്ന് പറയുന്നു. അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലുമുള്ള കഴിവില്ല എന്നാണ് അയാളുടെ ഒരു നടപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ സ്ത്രീകളെ കാണുമ്പോൾ പിടിച്ചുകൊണ്ട് ചെല്ലാൻ അറിയാമല്ലോ.
ആ സമയത്ത് രക്തസമ്മർദ്ദം ഒന്നും ഉയരുന്നില്ലല്ലോ. ആ സമയത്ത് പ്രത്യേക ഞരമ്പുകൾക്ക് മാത്രമേ ഒരു ഉണർവ് സംഭവിക്കുന്നുള്ളൂ. ആ ഞരമ്പ് അങ്ങ് പൊട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇവന്മാർക്കുള്ളൂ. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് അതങ്ങ് ചെയ്യണം. ഈ വലിയ കടുത്ത നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജയിൽവാസത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് നിയമം അങ്ങനെ ഒരു ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കണം. ഇവന്മാരുടെ ഏത് ഞരമ്പ് കൊണ്ടാണോ ഈ ഒരു കുറ്റകൃത്യ വാസന കൂടുന്നത് ആ ഞരമ്പ് അങ്ങ് മുറിച്ച് വിടുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഈ ഞരമ്പൊക്കെ ഉള്ളിടത്തോളം കാലം അറസ്റ്റ് ചെയ്തതിന് ശേഷം രക്തസമ്മർദ്ദവും ഉയരും. നരച്ചവനാണെങ്കിലും നരയ്ക്കാത്തവനാണെങ്കിലും ഒരു തൊഴിൽ മേഖലയിലേക്ക് ഒരു സ്ത്രീ കടന്നു ചെല്ലുമ്പോൾ ആ സ്ത്രീയെ ആ ജോലി ചെയ്യാൻ വന്ന ഒരുത്തിയായിട്ട് കാണണം. അവിടെ ആണുങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ സ്ത്രീകളെയും കാണണം. ആണുങ്ങളെ പോലും വെറുതെ വിടാത്ത ആളാണ് ഇങ്ങേരെന്ന് മുമ്പുള്ള വാർത്തകളിൽ നിന്ന് പരാതികളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അത് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ നിർവാഹമില്ല. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരൊരു ജോലിക്ക് തൻ്റെ കീഴിൽ വരുന്നത് അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചൊരു ജോലി ചെയ്യാൻ വരുന്നത് തങ്ങളുടെ ശരീരം നമുക്ക് സമർപ്പിക്കലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അവരുടെ കഴിവ് അവർ കാഴ്ചവെച്ചുകൊണ്ട് അവർക്ക് പണം വാങ്ങാനാണ് അവർ വരുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു പാഷനായിരിക്കാം, അത് അവരുടെ ഒരു സ്വപ്നമായിരിക്കാം സിനിമ. യുവനടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യുവ നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനൊരു സ്വപ്നവുമായിട്ട് ആദ്യം തന്നെ കയറി ചെല്ലുന്നത് ഇത്തരം ഞരമ്പ് രോഗികളുടെ മടയിലേക്കാണെങ്കിൽ പിന്നീട് ആ ഒരു സ്വപ്നം അവിടെ തകരുകയാണ്. അവർക്ക് പിന്നീട് അതൊരു ഭയം ഉണ്ടാക്കുന്നതായിരിക്കും, ആ ഒരു ചിന്ത പോലും. ഇനി സിനിമ എന്ന് കേൾക്കുമ്പോഴെല്ലാം ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ഓർമ്മയായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അതൊക്കെ എത്ര വലിയ പാപമാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് മുഴുവൻ അനുഭവിക്കാനുള്ള ട്രോമയാണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ ഇത്തരം പരാതികളുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ശിക്ഷകൾ ഇത്തരക്കാർക്ക് കൊടുക്കണം. അവൻ്റെയൊക്കെ പ്രായം പരിഗണിക്കാതെ, അവൻ്റെയൊക്കെ അസുഖം പരിഗണിക്കാതെ, ഞരമ്പിൻ്റെ പ്രശ്നം പരിഗണിക്കാതെ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണമെന്നാണ് പൊതുജനത്തിന് പറയാനുള്ളത്. പലതവണ ഇവനൊക്കെ രക്ഷപ്പെട്ട് പോവുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ പരാതിയല്ല. ഒരു ഇടതനുഭാവി ആയതുകൊണ്ട് തന്നെ തനിക്ക് എല്ലാ സംരക്ഷണവും കിട്ടേണ്ടിടത്തു നിന്നെല്ലാം കിട്ടും എന്നുള്ള ഒരു തോന്നൽ ഇയാൾക്കുണ്ട്. അതിൻ്റെ ഒരു അഹങ്കാരം ഇയാളുടെ സംസാരത്തിലും പ്രവൃത്തികളിലുമൊക്കെ എപ്പോഴും ധ്വനിക്കാറുമുണ്ട്. പൂവലൊന്നും പുത്തരിയല്ല. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. അതങ്ങ് തീർത്തു കൊടുക്കാൻ വേണ്ടി പൊതുജനത്തിന് ആശ്രയിക്കാനുള്ളത് ഇവിടുത്തെ നിയമ സംവിധാനത്തെ മാത്രമാണ്, നിയമപാലകരെ മാത്രമാണ്. അവരിൽ മാത്രമാണ് പ്രതീക്ഷ. പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണെന്ന് നമുക്കറിയാം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ സംവിധായകനും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്നും അറിയാം. പിന്നെ ഈ ഒരു അറസ്റ്റ് തന്നെ ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടുള്ള ഒരു നാടകമാണെന്നും നമുക്കറിയാം. എന്താണെങ്കിലും ഈ ഇരകളാകുന്ന ആളുകൾക്ക് ഇതൊന്നും ബാധകമല്ല. അവർക്ക് തിരഞ്ഞെടുപ്പും ബാധകമല്ല, ഇയാളുടെ പ്രശസ്തിയും ബാധകമല്ല, ഇയാൾക്ക് സഖാക്കളുമായിട്ടുള്ള ബന്ധമോ ഇയാൾക്കുള്ള സ്വാധീനമോ ഒന്നും പ്രശ്നമല്ല. ഏറ്റ അപമാനം ഏറ്റത് തന്നെയാണ്, നേരിട്ട ക്രൂരത നേരിട്ടത് തന്നെയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ, ധാർമ്മിക കേരളത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഡയലോഗുകൾ കപ്പിലെഴുതി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താൽ മാത്രം പോരാ. സ്ത്രീകളെ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാനും വേണ്ട രീതിയിൽ അത് സമയബന്ധിതമായി കൈകാര്യം ചെയ്യാനും മുഖ്യമന്ത്രിക്ക് കഴിയണം. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കഴിയണം. വളരെ ഗൗരവമായിട്ടുള്ള ഒരു കേസാണ്. അതീവ രഹസ്യമായി തന്നെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ രഞ്ജിത്ത് അങ്ങുന്നേ 76-77 കാലഘട്ടങ്ങളിൽ SFIയിൽ തുടങ്ങിയതാണ് അങ്ങയുടെ കലാവിരുതുകൾ എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ 76-77 ഒക്കെ പോയി. ഇപ്പം 2026 അന്നത്തെ പ്രായമല്ല, അന്നത്തെ ഞരമ്പിൻ്റെ ബലം ഇന്നിപ്പോൾ കാണില്ല. അപ്പോൾ ആ പണ്ടത്തെ ഓർമ്മയിൽ ഇപ്പോഴും എടുത്തു പിടിച്ചുകൊണ്ട് ചെന്നാൽ